ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളെ ഫാമിലി എല്ലാരും കൂടി ട്രിപ്പ് പോവാണ്ടാ. എങ്ങാടാ പോണേന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാട്ടാ. അങ്ങനെ അമ്മ രാവിലെ ഒരു 9 മണിയായപ്പോഴത്തേക്കും മാമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ആയിരുന്നു നമ്മ പോവാനുള്ള ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിലേക്ക് കയറുന്ന വഴി ഇതേ നമ്മുടെ ഒരു കൊച്ചാപ്പാനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും നമ്മുടെ ലഗേജ് ഒക്കെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മ വണ്ടിയിലേക്ക് കയറാണ്ടാ. അങ്ങനെ ഇക്കാക്കായും വന്ന് കയറി. നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാ വീണ്ടും ഒരു യോയ ആയാലോ. അങ്ങനെ യോയൊക്കെ കഴിഞ്ഞ് നമ്മ നേരെ പോയത് പെട്രോൾ അടിക്കാനായിരുന്നിട്ടാ. അങ്ങനെ 10,000 രൂപ നമ്മ പെട്രോൾ അടിച്ചു. ദിതാ ചിരിക്കുന്നതാണ് നമ്മുടെ ആയാമ്മ. അങ്ങനെ ചിരിയൊക്കെ കണ്ട് നമ്മുടെ യാത്ര ഇവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻട്ടാ. പോണ വഴി അൽത്തമർ കണ്ടു. ആ കട നമ്മുടെ ഉമ്മച്ചീന്റെ മാമാന്റെ മോന്റെ കടയാണ്ടാ. അതുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞപ്പോ നമുക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈൻ കേസിന്റെ കേസ് വന്നപ്പോ കുഞ്ഞാവ് പറയാണ് നമ്മളൊരു കണക്കിന് കൊണ്ടുവരുമ്പോഴത്തേക്ക് കാരണവന്മാരെ അത് മന്ത്രിച്ചു മുടക്കും. ഇതിലൊന്നും പെടാണ്ട് മാമ ഫ്രണ്ടിലിരുന്ന് ഒരു കയ്യില് ഫോണും ഒരു കയ്യില് തസ്ബി എടുത്ത് നല്ല ദിക്കറല്ലേ. പിന്നെ നിർബന്ധിച്ചോണ്ട് എന്റെ ആകെ ഒരു പാട്ടും പാടാൻ അറിയില്ലാത്ത എന്റെ പാട്ട് കേട്ടപ്പോ അവർക്ക് സമാധാനം. പാട്ട് കേട്ട ക്ഷീണം മാറ്റാൻ പാട്ടിട്ട് ഒരു ഡാൻസും കളിച്ചു. കുഞ്ഞാവയുടെ വക സ്റ്റെപ്പും. പിന്നെ ഇക്കാന്റെ കാര്യം പറയണ്ടല്ലോ, പാട്ട് കേട്ടാ അപ്പത്തുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ മോനായി ആരിവളോ ചോദിക്കണ്ട്. ആരാണാവോ. അങ്ങനെ ലുഹർ നിസ്കരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുത്തുള്ള പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നമുക്ക് പെണ്ണുങ്ങൾക്കുള്ള നിസ്കാര റൂം ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് നമ്മ പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പള്ളിയിൽ തന്നെ താഴെ മദ്രസയിൽ നമ്മ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മ പോണ വഴി കുറെ കാഴ്ചകൾ കണ്ട് നേരെ കുട്ടിക്കാനത്തേക്ക് പോണ വഴി ആദുവിന്റെ വക ഒരു പാട്ടും. അങ്ങനെ ആദൂസിന്റെ പാട്ടും വഴിയിലെ കാഴ്ചകളും കണ്ട് നമ്മ നേരെ കുട്ടിക്കാനത്ത് എത്തി. അങ്ങനെ കുട്ടിക്കാനത്തെ കോളേജും കണ്ട് അടുത്തുള്ള കടയിൽ നിന്ന് ചായയും കടിയും വാങ്ങിച്ചു. അവിടെ നിന്ന് തന്നെ അവരൊരു സെൽഫിയും എടുത്ത് അതിന്റെ ഇടയിൽ കൂടെ ചെല്ലംകുട്ടിന്റെ ഉള്ളിൽ കൂടെ ഇരുന്ന് പോസ് ഇടുന്ന ശ്യാമോള് കയ്യും തലയും പുറത്തിട്ട് മെയിൻ ആവണ ആമി. അങ്ങനെ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ നമ്മ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മ എടുത്തേക്കണ റിസോർട്ടിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാല് പരുന്തുംപാറയിന്ന് കുറച്ചകത്തോട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഈ റിസോർട്ട് വന്നേക്കുന്നത് 2 നില ആയിട്ടാണ്. മേലും താഴെയായിട്ട് 2 ബെഡ്റൂം വെച്ചിട്ട്. ടെറഫ് കണ്ടവിടെ മാമായും മക്കളും ടെറഫിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. റിസോർട്ടിൽ വന്നിട്ട് റിസോർട്ടിന്റെ അകത്തോലും കയറാണ്ടാണ് ടെറഫിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ വെള്ളത്തിലോട്ട്. ഇതാണ് പൂളിന്റെ അവിടെ നിന്നുള്ള റിസോർട്ടിന്റെ വെള്ളത്തിൽ ഇറങ്ങാണ്ട് മാറിയുന്നവരെയൊക്കെ ഉന്തി തള്ളി വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ നല്ലൊരു മഴയും ഇടിവാളും വന്നപ്പോ എല്ലാത്തിനെയും വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ റൂം വന്നത്. നമ്മുടെ റൂം പൊക്കത്തായിരുന്നിട്ടാ. ഇതാണ് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ടെറഫുള്ളത് വലിയ പാടായുണ്ട്. മഴ ഒന്നും ഒരു വിഷയമല്ലാണ്ട് ഫുട്ബോളും ക്രിക്കറ്റ് ഒക്കെ ആയിട്ട് അവരവിടെ തന്നെ ആയിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഓംപ്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാരും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ ഈ കാണുന്നത് നൈറ്റിലത്തെ ഉള്ള ഫുഡിന്റെ പ്രിപ്പറേഷൻസ് ആണ്. ഇതെന്താണ് എല്ലാരും താഴോട്ട് വരുമ്പോ മാമ പൊക്കത്തോട്ട് പോണേ. നല്ലൊരു ഗ്രീനറിക്ക് വന്ന നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നിട്ടാ. അങ്ങനെ പിന്നെ നമ്മ എല്ലാരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് നേരത്തെ കണ്ടില്ലേ ഫുഡ് ഉണ്ടാക്കുന്നത് അത് കിട്ടിയതിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാമാന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ചെറിയൊരു സർപ്രൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ എല്ലാവരുടെയും വക ഒരു പാട്ടും. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ ഡേ അവസാനിച്ചിട്ട്. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണാം.